to yet another vlog of Joanne Vlog. So, this is day 2 at Pondicherry. We stay in Salam Coco Cash. So, its time is almost 7. So, we are leaving straight to Auroville. English breakfast. So, stay tuned towards the vlog and please do give a like if you like the video. See guys, the amazing view at Auroville beach. Guys, the beach is very neat, and I guess coming to beaches in morning is so good because you can see it like, see, it's so good to see. സൺറൈസ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം വെള്ളത്തിൽ തുള്ളിച്ചാടാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേവ്സിൻ്റെ കൂടെ കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് ടൈം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. രാവിലെ നല്ല ഹൈറ്റായിട്ടും നല്ല തണുപ്പും ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന് കളിക്കാനായിട്ട്. Now we are entering to second location for the day. അതാണ് ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ്. ഇത് ഓറോവിലിന്റെ ഓൺ ദ വേയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബേക്കറിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പോട്ട് കെഫെ കണ്ടെത്താൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ നോൺ കെഫേസ് ഇൻ ഓറോവിൽ. സോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഇവിടുത്തെ എന്ന് വെച്ചാൽ ക്രോസോൺസ് ആണ്. ഇറ്റ്സ് ലൈക്ക് റെഡിലി മെയ്ഡ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതല്ല, വളരെ ഫ്രഷ് ആൻഡ് സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ക്രോസോൺസ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഡിഫറെൻറ്റ് വേരിയൻസിലും ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് നമുക്ക് ഫ്രഷ് ഡ്രിങ്ക്സ് ഉണ്ട്. യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഓവർ ഹിയർ. ഇത് ആപ്പിൾ പൈയും ഇത് ചോക്ലേറ്റ് ബ്രൗണിയുടെ ക്രോസോണും ഉണ്ട്. ആപ്പിൾ പൈ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇറ്റ്സ് സോ സോഫ്റ്റ്. അകത്ത് ഫുൾ ആപ്പിളിൻ്റെയും ആൽമണ്ട്സും ഭയങ്കര ക്രിസ്പി ബ്രെഡും. ഇറ്റ് ഈസ് മസ്റ്റ് ഈറ്റ് ഗൈസ്, മസ്റ്റ് ഈറ്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ആപ്പിൾ പൈ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അടുത്ത നമ്മുടെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ക്രോസോൺ ആണ്. സോ ക്രോസോൺ സോ ക്രിസ്പി, വെരി ക്രിസ്പിയാണ്. ആൻഡ് ഇറ്റ്സ് ഫിൽഡ് വിത്ത് ചോക്ലേറ്റ് ആൻഡ് ബ്രൗണി ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് റിയലി ഹോട്ട് ചോക്ലേറ്റ്. സോ അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. സോ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓറോവിലേക്ക് പോകണം. അപ്പോൾ ഓറോവിൽ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്തു. ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 50 ആൻഡ് വലിയൊരു ഏരിയ ഉണ്ടോ. ഓറോവിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു കാടാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇരുവശത്തും കാടുകൾ ആൻഡ് നല്ലൊരു വൈബാട്ടോ. രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. പ്രിഫറബിളി ഗോ റിയലി ഏർലി. It's a place for taking photo. So നമ്മളിനി കാണാൻ പോകുന്നത് സ്ഥലത്തിന്റെ പേര് മന്ത്രി മന്ദിർ. നമ്മൾ മാത്രി മന്ദിറിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുന്നേ ഒരു എക്സിബിഷൻ ഹാൾ ഉണ്ട്. where entire details about this mandir has been explained. എന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോഴാണ് തുടങ്ങിയത്, എന്തിനാണ് ഈ ഒരു കൾച്ചർ ഇവിടെ വന്നത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സിബിഷൻ ഹാൾ is there.
നല്ല ദൂരമുണ്ട് കേട്ടോ. നല്ല ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദൂരം. കഴിച്ച സാധനമൊക്കെ ദഹിക്കാനായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. അതിനിടയിൽ തന്നെ കുറേയും ചെറിയ ധ്യാനമല്ലല്ലോ, മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ഥലവും റിട്രീറ്റ് സെന്റേഴ്സും അതേപോലെ കുറേ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ വഴിയിൽ ഞങ്ങളോട് പറഞ്ഞ വണ്ടിയൊന്നും പോയില്ല. പക്ഷേ കാർ വരെ പോകുന്നുണ്ട് ഗൈസ്, കാർ വരെ പോകുന്നുണ്ട്. ഞങ്ങൾ ഏതോ ഒരു ഗുദാമിലാണ് സ്കൂട്ടറൊക്കെ വെച്ച് ഞങ്ങൾ ബ്ലോഗിങ്ങിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ ഊപ്പാട് വന്നു ഗൈസ്. ഊപ്പാട് എന്തായാലും അവിടെ എത്തണ ഒരു ടൈം ഉള്ളതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേയുടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിരുന്ന ഓറോവിലിൻ്റെ അകത്തുള്ള ഒരു സ്റ്റേ ആയിരുന്നു. ആൻഡ് സ്റ്റേയുടെ പേര് അനർത്ത് ഹോസ്റ്റലായിരുന്നു. വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് 12 റൂമിൻ്റെ ഉണ്ട്. ലൈക്ക് 6 ഷെയറിങ് വിത്ത് ഗേൾസ്. സ്ട്രേഞ്ചേഴ്സിനോട് വേണമെങ്കിൽ അങ്ങനെ നിൽക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. സോ ബട്ട് ഇറ്റ് വാസ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. 600 രൂപ എ സിക്കും നോൺ എ സിക്ക് 500 രൂപയും. ആൻഡ് വി റിയലി ബുക്ക് ദ ടിക്കറ്റ് ഓൾസോ. ടിക്കറ്റ് അല്ല, റൂമൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തു തലേ ദിവസം. സോറി ഫോർ ദ നോയ്സ്. Yeah, so we booked the tickets for the date on 26th and 27th in Pondi. Check-in on 26th and check-out on 27th. പക്ഷെ ഞങ്ങൾ ഇനീഷ്യലി എൻക്വയറിക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്ന ഡേറ്റ് വാസ് 25th, ചെക്ക്-ഇൻ ആൻഡ് ചെക്ക്-ഔട്ട് ഓൺ 26th. സോ അത് ചെറിയൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു. പേയ്മെൻറ്റ് 400 ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് അവർ ഗിവ് us a reply saying that ബുക്കിംഗ് ഈസ് കൺഫേംഡ്. അതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടേക്ക് എത്തി കേട്ടോ. ഇവിടെ എത്തി വെൻ വി റീച്ച്ഡ് ദ റോക്ക് ബീച്ച്. ഞങ്ങൾ പറഞ്ഞു ഓക്കെ സാർ ഞങ്ങൾ എത്താറായി, കുറച്ച് ലേറ്റായി, ബട്ട് വിൽ ബി റീച്ചിങ് എന്നൊക്കെ വിളിച്ചപ്പോൾ അത് പറഞ്ഞത് സോറി മാം ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങളുടെ ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, ഐ സെൻഡ് യു എ മെസ്സേജ്, യു ഓൾസോ ഗേവ് മി എ ഷ്യൂരിറ്റി ദാറ്റ് അവർ റൂം ഇസ് കൺഫേം. അതൊക്കെ പറഞ്ഞ് ലൈക്ക് ഇല്ല മാം ഞങ്ങൾക്ക് അവൈലബിലിറ്റി ഇല്ല ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെയാണ് ഞങ്ങൾ ഓറോവിൽ സ്റ്റേ ഞങ്ങൾ ക്യാൻസലായി. ലൈക്ക് റിയലി ഗോട്ട് ക്യാൻസൽ ആൻഡ് വി വർ സോ ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ വൺ ഗുഡ് തിങ് വാട്ട് ഹി ടോൾഡ് us ലൈക്ക് 400 ഞാൻ അഡ്വാൻസ് പേ ചെയ്തത് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുമെന്ന് അറിയില്ല. they said they'll be refunding it and all. സോ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ കസിൻ്റെ കൂടെ സ്റ്റേ ചെയ്യേണ്ടി വന്നത്. എൻ്റെ ഹോം സ്റ്റേ ദാറ്റ് വാസ് കൊക്കോ ക്യാഷ് ആൻഡ് ദാറ്റ് ഓൾസോ വാസ് റിയലി ഗുഡ് ഹോം സ്റ്റേ. സോ ഇതാണ് നമ്മുടെ സ്റ്റേക്ക് പറ്റിയൊരു മണ്ടത്രം. സോ ഇഫ് യു ഗൈസ് ആർ കമ്മിങ് ടു ഓറോവിൽ so Pondicherry, I would prefer you guys stay in a very budget friendly hostels. കാരണം ഓറോവിൽ ചുറ്റും lots of hostel stays അവൈലബിൾ ആണ്. സോ ബങ്ക് ബെഡ്സ് ആയിരിക്കും. ഗേൾസിന് മാത്രമുള്ളതുണ്ട്, ബോയ്സിന് മാത്രമുള്ളതുണ്ട്, ഇപ്പോൾ ഹാളിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് കിടക്കുന്നതുണ്ട്. സോ പല രീതിയിലുള്ള ഹോസ്റ്റൽസും ഇവിടെ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് ഹോം സ്റ്റേസും ഉണ്ട്. പക്ഷെ റേറ്റ് വൈസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് ലിറ്റിൽ എക്സ്പെൻസീവ് സൈഡ്. സോ ഐ ഗെസ് യു ഗൈസ് should consider these factors when you guys come to Pondi. Matri Mandiril എത്തിയിരിക്കണം. Place peace, quiet and contemplation. തെറ്റത്ത് കാണുന്നതാണ് കേട്ടോ മാത്രി മന്ദിർ. നമ്മൾ ഇത്രയും ദൂരം താണ്ടി വന്ന മാതിർ മന്ദിർ. ആൻഡ് യു ക്യാൻ സീ നമ്മൾ ഇത്രയും ദൂരത്ത് നിന്നാണ് ഇവരെ കാണുന്നത് കേട്ടോ. ഭയങ്കര ദൂരത്താണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ ഗോ ദർ. അവിടേക്ക് പോകണമെങ്കിൽ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ വേണം. ദാറ്റ്സ് വാട്ട് ഐ ഹേർഡ്. സോ ദിസ് ഇസ് ദ മന്ദിർ ഹിൽസ്. അടുത്തുള്ളൊരു ഗുഡ് പോയിന്റ് ഇസ് ലൈക്ക് ഇവിടെ നമുക്ക് വ്യൂ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ഡ്രോപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെയാണോ വണ്ടി പാർക്ക് ചെയ്തത് അവിടേക്ക് നമുക്ക് ഫ്രീ ഡ്രോപ്പിംഗ് കൂടി ഉണ്ട് ഇവർക്ക്. യു ക്യാൻ സീ നമ്മളിവിടെ ക്യൂ ആയിട്ട് നിന്നാൽ മതി.
ഇങ്ങനെ വണ്ടികൾ വരുന്നു, നമ്മൾ കൊണ്ടുപോകും. സോ ഇങ്ങനത്തെ ഷെയർ ഓട്ടോസ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഡ്രൈവറുടെ കൂടെ ഡ്രൈവിംഗ് ഫ്രീ ആയിട്ട് ഡ്രോപ്പിംഗ് പോയിന്റിൽ നമ്മളിവിടെ എത്തിക്കുന്നതായിരിക്കും. ഇതിനൊക്കെ നമുക്കൊരു 800 രൂപ ഉണ്ടോ വരുന്നത്. ഈ ചെറുതിനൊക്കെ 600 രൂപ റേറ്റ് വരും. ഇങ്ങനെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ളതിനൊക്കെ കുറച്ച് റേറ്റ് ഉള്ളൂ. ഇതിനൊക്കെ റേറ്റ് കൂടിയതാണ്. സോ ഞാൻ ഇത് 2 എടുത്താണ്. കാറ്റടിക്കത് കാറ്റ് മേലെ കാറ്റടിക്കത്. മരത്തിന്റെ കുറെ സൗണ്ട് മാത്രി മന്ത്രെല്ലാം കണ്ട് കടലെല്ലാം താണ്ടി കാടെല്ലാം താണ്ടി ഞങ്ങളിപ്പോൾ ഏത് കുതാമിലാണ് ഈ സ്ഥലം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നൗ വി ആർ എൻ റൂട്ടിങ് ടു ബീച്ച് വൈബ്സ് വൈറ്റ് ടൗൺ. അവിടെ കുറേ കാണാനുണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്, ആൻഡ് ഫോട്ടോസ് എടുക്കാനുണ്ട്, റീൽസ് എടുക്കാനുണ്ട്. സോ ലെറ്റ്സ് ഗോ ദേർ ആൻഡ് ക്രിയേറ്റ് എ ഡിഫറെൻറ്റ് വൈബ്. സോ സീ യു ദേർ. ഒരു സ്ട്രീറ്റ് മൊത്തം ഷോപ്പിങ്ങിൻ്റെ ഉണ്ടത്. പോണ്ടി വന്നിട്ട് ഞങ്ങൾ ഫിഷ് മീൽസ് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വന്നതാണ് കേട്ടോ. ചിക്കൻ ദിസ് പ്ലാറ്റർ. ഇത് ഒരു ഫിഷ് കറി ഉണ്ട്. നല്ല മണമുണ്ട് കേട്ടോ കറിക്ക്, നല്ല മണമുണ്ട്. പക്ഷെ ഇപ്പം നല്ല ഫ്രഷ് ഫിഷ് ആട്ടോ ഗൈസ്. ആക്ച്വലി പോണ്ടിച്ചേരി വന്നിട്ട് ഇതുവരെ കഴിച്ച ഫുഡുകളിലും എക്സ്പ്ലോർ ചെയ്താലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫിഷ് മീൽസ് ആണ് കഴിച്ചത്. മസ്റ്റ് ട്രൈ. ദിസ് ഇസ് സ്ക്വിഡ് ഐ തിങ്ക്. സ്ക്വിഡ് ആണ്. ഇതല്ലേ പ്രോൺസ്? ഇത് റിംഗ് ആയിട്ടുള്ളത് സ്ക്വിഡ് അല്ലേ? സ്ക്വിഡ്. ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഇടാം കേട്ടോ. അല്ലെങ്കിൽ ഐ ജസ്റ്റ് ഗിവ് ഇറ്റ് ദ ക്യാപ്ഷൻ ഡൗൺ. If you guys get a chance to visit Pondi, it's a must visit place for fish thali and fish platter also. With fish fingers.
ഉണ്ട്, പ്രോൺസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, നിങ്ങളുടെ നെയ്മീൻ മുൻകുരുട്ടി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ക്രാബ് ബോൾസ് ഉണ്ട്, കൊഴുവയുണ്ട്, 5 types of fishes and it cost 450 something. Yeah, but it was worth the buy. ഒരു റൈസ് ബൗളും ഉണ്ട്. ചോറ് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല പൊന്നിയരിയില്ലേ, ഇവിടെ എല്ലായിടത്തും ഈ അരി ഉണ്ടോ കിട്ടാം. സോ യമ്മി ലഞ്ച് വി ഹാവ്. ഉള്ളു മസ്റ്റ് റെക്കമെൻഡ് ആണോ? നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രഞ്ച് ഡെലിക്കസി കോൺസെപ്റ്റ് സ്റ്റോർ ആണ്. ഇതൊരു ബിസി സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് വരാതെ പോകുന്ന ആൾക്കാരാണ് പോണ്ടിച്ചേരിയെങ്കിൽ യു ഗോണ മിസ് ഔട്ട് എ ലോട്ട് ഓഫ് ഗുഡ് സ്പേസ്. ദിസ് ബേക്കറി ഈസ് ലൈക്ക് ഒത്തന്റിക്കലി ഫ്രഞ്ച് കോൺസെപ്റ്റിൽ, ഫ്രഞ്ച് ട്രഡീഷണൽ ഫുഡ്സിന്റെ കോൺസെപ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്റ്റോറാണ്. യു ഗെറ്റ് ലോട്ട് ഓഫ് ചോക്ലേറ്റ്സ് ഓപ്ഷൻ, യു ഗെറ്റ് ക്രോസോൺസ്, അതേപോലെ ബിസ്ക്കറ്റ്സ്, യു ഗെറ്റ് എ ലോട്ട് ഓഫ് വെറൈറ്റീസ്. ആൻഡ് ഇതെല്ലാം 100% ഹോം മെയ്ഡ് ആണ്. ആൻഡ് ഇറ്റ്സ് ഫ്രഷ്ലി ബേക്ഡ്. നമുക്ക് അങ്ങനെ വലിയ ക്വാണ്ടിറ്റിയിലൊന്നുമില്ല, ലൈക്ക് കഴിയണനുസരിച്ചാണ് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര റഷുമാണ് കേട്ടോ. ഇവിടെ വരാതെ പോകുന്നവർ വളരെ എണ്ണത്തിൽ കുറവായിരിക്കും ആൾക്കാർ. കാരണം ഞങ്ങൾ തന്നെ പോയപ്പോൾ തന്നെ വി വർ ആക്ച്വലി വെയിറ്റിംഗ് ടൈമിലാണ് ഞാൻ ഈ വീഡിയോ മൊത്തം എടുത്തത്. സോ യു ഗൈസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വിൽ ബി ദ ക്രൗഡ്. സോ അതിൻ്റെ അനുസരിച്ച് റേറ്റിംഗ് നമുക്ക് കാണാം. 50 rupees ഉണ്ട്, 100 rupees ഉണ്ട്, 110 ഉണ്ട്. പല റേറ്റ്സിൻ്റെ സ്നാക്സ്, ഫ്രഞ്ച് റിലേറ്റഡ് സ്നാക്സ് ലൈക്ക് കോൺസെപ്റ്റിലുള്ള സ്നാക്സ് ഇവിടെ അവൈലബിൾ ആണ്. വെയിറ്റിംഗ് ടൈം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഓപ്ഷൻസിന് നിന്നില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു. കിട്ടിയ സീറ്റിൽ എന്തെങ്കിലും 2 ട്രൈ ചെയ്യണമെന്നായിരുന്നു. അങ്ങനെയാണ് ഈ 2 കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത്. ഒരെണ്ണം സ്ട്രോബെറി ചീസ് കേക്കും പിന്നെ ഒരു സ്ട്രോബെറി ടാർട്ടും ആണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. നമ്മൾ ഈ ആദ്യം ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ സ്ട്രോബെറി ചീസ് കേക്ക് എന്ന് പറയുന്ന ഡെസേർട്ട്. ആൻഡ് സ്ട്രോബെറി ആൻഡ് ദ ചീസ് ഇസ് വെരി വെൽ ലെയേർഡ്. പിന്നെ ഞങ്ങൾ ഈ കുത്തി കീറാൻ ശ്രമിക്കുന്ന സംഭവമാണ് സ്ട്രോബെറി ടാർട്ട് എന്ന് പറയുന്നത്. ഇത് വേറൊരു ഡെസേർട്ടാണ്. ഇത് ആക്ച്വലി ഇങ്ങനെയല്ലാണ്ട് കഴിക്കേണ്ടത്. യു ഹാവ് ടു ടേക്ക് എ ബൈറ്റ്. ഞങ്ങൾ വെറുതെ ആദ്യമായിട്ട് കഴിക്കണതിൻ്റെ പരാക്രമത്തിലാണ് ഇതൊക്കെ കാണിച്ചു കിട്ടുന്നത്. ഇവിടുത്തെ ഓരോ ഡെസേർട്ട് ഓരോ രീതിയാണെങ്കിലും ഈ ഒരു ഡെസേർട്ടിൻ്റെ ഒരു പ്രത്യേകത സ്ട്രോബെറിയുടെ ടേസ്റ്റ് വളരെയധികം അടുത്ത് നിൽക്കും. ആൻഡ് സ്ട്രോബെറീസ് ആർ സോ ഫ്രഷ്. സോ നമുക്കിപ്പോൾ ബസ് കിട്ടി. നമ്മൾ AC ബസ്സാണ് എടുത്തേക്കുന്നത്. സൈഡുണ്ടോ? സോ നമുക്കിനി നമ്മൾ തിരിച്ച് ചെന്നൈയിലേക്ക് ലാൻഡ് ചെയ്തു. വി കെയിം ഇൻ ഗിണ്ടി വരെ വി കെയിം ബൈ ബസ്. ഫ്രം ദെയർ നമ്മൾ ലോക്കൽ ട്രെയിൻ എടുത്തിട്ടാണ് വന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ലോയാല കോളേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വി ക്യാൻ ടേക്ക് എ ഷെയർ ഓട്ടോ ഫോർ 10 rupees. I think we are reaching our destination. So I hope you guys like today's video. If you guys like, please do give a thumbs up, share and subscribe my channel. So see you until next vlog. Bye bye.